എന്നിട്ട് ഞങ്ങൾ ആൺമക്കള് അവർ കല്യോജരായിരിക്കുന്ന ഇണകളെ തെരഞ്ഞു നടക്കുന്നവരും ഒരുപാട് ആൺകുട്ടികൾ അവർ കല്യോജരായ ഇണകളെ നൽകണേ. കെട്ടിച്ചു വിട്ട മക്കൾ ഞങ്ങൾ കൊണ്ട് കുടുംബത്തിൽ നീ കൊടുക്കണേ തമ്പുരാനെ. അതാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക. വല്ലാത്ത വേദനയാണ് മക്കളില്ല എന്നുള്ള വേദന. വേദന കടിച്ചമർത്തി ജീവിക്കുന്നവർക്ക് പരിഹാരം കാണിക്കണേ, പരിഹാരം കാണിക്കണമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 90 വയസ്സ് കഴിഞ്ഞിട്ട് മക്കളെ കൊടുത്തതപ്പല്ല റബ്ബേ, നിന്നെ കൊണ്ട് കഴിയുമല്ലോ, നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹ് ഗർഭിണികളായ സഹോദരന്മാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഗർഭിണികളായ പെണ്ണന്മാർക്ക് സുഖപ്രസവം നൽകുക അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള നല്ല മുറാദുകളും വീട്ടണേ നാഥാ. അല്ലാഹുൽ ഗയൂബ്, ഈ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് സഹായിച്ചവരാ, മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്ന അല്ലാഹ് എല്ലാ നല്ല മുറാദുകളും വീട്ടിൽ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഈ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നയിക്കണേ അല്ലാഹ്. 12 സെന്റ് ഈ സ്ഥാപനത്തിന് മേൽ വാങ്ങാൻ വേണ്ടി ഇന്നരായിരിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കരുതി സെക്രട്ടറി സക്കീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളോട് വിനീതയോട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള സാമ്പത്തികമായ സഹായം കൈകളിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. ആ ഫണ്ട് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടിയാ നിന്റെ സഹായം ഉണ്ടാകണേ അല്ലാഹ്, നിന്റെ സഹായം ഉണ്ടാകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കണം റഹ്മാനെ, ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ റബ്ബേ. എല്ലാ ഒരുപാട് കുടുംബങ്ങളെ സിഗിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ വീടിന്റെ അടുത്ത് ഒരു ദിവസം ഒരുപാട് ആളുകൾ വന്ന് പഠിച്ചവരെ ആത്മീയമായ ചികിത്സ തേടുന്നവർ എല്ലാവരെയും പ്രയാസങ്ങൾ നീ നീക്കണേ റബ്ബേ. പരാവുകൾ തട്ടിമാറ്റണം റഹ്മാനെ. പഠിച്ചവനെ, സാഹിബികളുടെ സിഗിനെ തൊട്ട് കാക്കുക, ആസിദികളുടെ ഹസ്ദിനെ തൊട്ട് കാക്കുക റഹ്മാനെ. മുതക്കബ്ബിരീങ്ങളുടെ കിബറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പഠിച്ചവൻ, ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വന്യരായിരുന്ന ഉസ്താദ്മാർ, അൽഹംദുലില്ലാഹ്, ഞങ്ങളെ മക്കളുടെ ഇൽമുകൾ കൊടുക്കുന്ന ഉസ്താദ്മാർ അടിമീകളിൽ പെടുത്തണം അല്ലാഹ്. ഈ ആത്മീയമായ ഇവരുടെ